അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനിക്കുവാനും ആദരിക്കുവാനും കടമപ്പെട്ട ഉസ്താദുമാർ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വിശുദ്ധ ഖുർആനിൽ 55-ാമത് പറയുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ അനാവൃതമായി പറയുന്ന സൂറത്താണ്. ഈ സൂറത്ത് തുടങ്ങുന്നത് റഹ്മാൻ, ജാതി മത വർഗഭേദവന്യേ എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമൽ ബയാൻ അശ്ശംസി വൽ ഖമറ ബിൽ ഉസ്ബാൻ. ഞാൻ നിങ്ങളുടെ റഹ്മാനായ റബ്ബ്, നിനക്ക് ഞാൻ ഖുർആൻ പഠിപ്പിച്ചു തന്നില്ലയോ? നിന്നെ ഞാൻ സൃഷ്ടിച്ചില്ലയോ? സൂര്യനെയും ചന്ദ്രനെയും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിനക്ക് ഞാൻ ക്രമപ്പെടുത്തി തന്നില്ലയോ? ധാന്യങ്ങളെ മുളപ്പിച്ചു തന്നില്ലയോ? ആകാശഭൂമികളെ കൃത്യമായിട്ട് വെച്ച് തന്നില്ലയോ? ഈ ഭൂമിയിൽ എത്രയെത്ര പഴവർഗ്ഗങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ പഴങ്ങളൊക്കെ ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. മുന്തിരി, ഈത്തപ്പഴം, ആപ്പിള്, മുതശാബിഹൻ ഗൈറ മുതശാബിഹ്. ഒന്നും പരസ്പരം യോജിക്കുന്നതല്ല, ഒന്നും പരസ്പരം ബന്ധപ്പെടുന്നതല്ല. എല്ലാ പഴങ്ങളും ഒരേ വൈവിധ്യങ്ങളായ നിറങ്ങൾ, മുഖ്തലിഫൻ ഹുക്മുഹു. ഇവ കഴിക്കുമ്പോഴേ അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാകൂ. ആപ്പിള് കഴിക്കുമ്പോൾ ഒരു രുചി, അതേ രുചിയല്ല മാങ്ങ കഴിക്കുമ്പോൾ. വ്യത്യസ്തമായ രുചികൾ പ്രദാനം ചെയ്യുന്ന പഴവർഗ്ഗങ്ങളാണ് അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. ഈ പഴങ്ങളെ മാത്രമല്ല, അൽഹബ് ധാന്യമണികളും, ഗോതമ്പ് അരിമണികളെ, റൈഹാൻ സുഗന്ധമുള്ള ധാന്യമണികളെ, ഇത്രയും അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സംവിധാനം ചെയ്തു തന്നിട്ടുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിന്റെ രക്ഷിതാവിൻ്റെ അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹങ്ങളെയാണ് നീ തള്ളിപ്പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല അവിടുന്ന് ചോദിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ സൂറത്തിൻ്റെ പവിത്രതയെ നാം പരിശോധിക്കുമ്പോൾ ഒരു ചരിത്രം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൈസിബിനെ ഹാസിബിൽ മിൻകരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവിടുന്ന് അദ്ദേഹം, ഓ നബിയെ, അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട നിങ്ങളുടെ ഖുർആനിൽ നിന്ന് എനിക്ക് നിങ്ങൾ ഓതിത്തരണം എന്ന് അവിടുന്ന് കൈസർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. സൂറത്തുർ റഹ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മാൻ സൂറത്ത് കൈസർ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് ഓതി കൊടുക്കുകയാണ്.
കേൾക്കുകയാണ്. ഈ സമയത്ത് കൈസർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച സഹാബിയായിരുന്നില്ല. ഈ സൂറത്തു റഹ്മാൻ സൂറത്ത് കേട്ടതിന് ശേഷം കൈസർ റളിയല്ലാഹു അൻഹു അവിടുന്നതാ വീണ്ടും ചോദിക്കുകയാണ്, അഹദഹ, അതൊന്നും കൂടി എനിക്ക് ഓതിത്തരണം എന്ന് കൈസർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. ഫഹദഹ സലാസ, ഈ സൂറത്ത് 3 തവണ ഓതിക്കൊടുക്കുകയാണ്. എന്നിട്ടതാ കൈസർ റളിയല്ലാഹു അൻഹു അത് കേട്ടതിന് ശേഷം പറയുകയാണ്, വല്ലാഹി ഇന്ന ലഹു ലതലാവാ, വല്ലാത്ത ഭംഗിയുണ്ട്, വൈന്നാലഹിൽ ലഹലാവാ, വല്ലാത്ത മാധുര്യമുണ്ട് ഈ വാചകങ്ങൾക്ക്. വമായകൂല ആദാബശ, ഇതൊരു മനുഷ്യനെ കൊണ്ട് പറയാൻ സാധിക്കുന്ന വാചകങ്ങളല്ല. വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്നക റസൂല, ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന സത്യമായ ആശയത്തെ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ സൂറത്തു റഹ്മാൻ കേട്ടപ്പോൾ സാഹിത്യകാരനും അറബിയും പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയും അറിയുന്ന കൈസർ റളിയല്ലാഹു അൻഹു അവർക്ക് ബോധ്യപ്പെട്ടു, ഇതൊരു സാധാരണ മനുഷ്യന് പറയാൻ കഴിയുന്ന വാചകങ്ങളല്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടെ വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.